IPL 2026 സീസൺ പൂർത്തിയാകുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്നത് ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ഒരു വമ്പൻ വാർത്തയാണ്. പ്രമുഖ ദേശീയ മാധ്യമമായ NDTV സ്പോർട്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ടീം വിടാൻ ഒരുങ്ങുന്നു എന്നാണ്. അതെ, IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രേഡുകളിൽ ഒന്നിലൂടെ മുംബൈയിൽ തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ വഴിപിരിയുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം എന്തെന്നാൽ മുംബൈയുടെ പുതിയ ക്യാപ്റ്റൻ ആരാകണം എന്നത് സാക്ഷാൽ രോഹിത് ശർമ്മയുടെ തീരുമാനപ്രകാരമായിരിക്കും എന്നതാണ്. രോഹിത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്തോടെ മാത്രമേ പുതിയ ക്യാപ്റ്റൻ സ്ഥാനമേൽക്കൂ. നമുക്കെല്ലാവർക്കും അറിയാം, 2024 സീസണിന് മുൻപാണ് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും വൻ തുകയ്ക്ക് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തിരികെ സ്വന്തമാക്കിയത്. 5 കിരീടങ്ങൾ നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കി മുംബൈ മാനേജ്മെന്റ് തീരുമാനം അക്ഷരാർത്ഥത്തിൽ വലിയൊരു ഭൂകമ്പമാണ് അന്ന് സൃഷ്ടിച്ചത്. അന്ന് തുടങ്ങിയതാണ് മുംബൈയുടെ തകർച്ച. സ്വന്തം ഹോം ഗ്രൗണ്ടായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പോലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയ കൂവലും പ്രതിഷേധവും നേരിടേണ്ടി വന്നു. രോഹിത് ശർമ്മ ആരാധകർ ഒരിക്കലും ഹാർദിക്കിനെ ഒരു നായകനായി അംഗീകരിച്ചില്ല. കഴിഞ്ഞ 3 സീസണുകളായി മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം എത്രത്തോളം ദയനീയമായിരുന്നു എന്ന് നാം കണ്ടതാണ്. 2024 ഏറ്റവും അവസാന സ്ഥാനത്തെ മുംബൈ ഫിനിഷ് ചെയ്തത്. IPL 2026 സീസണിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും പോയിന്റ് ടേബിളിൽ വളരെ മോശം അവസ്ഥയിലാണ് മുംബൈ അവസാനിച്ചത്. കടലാസിൽ ലോകത്തെ ഏറ്റവും മികച്ച ടീം ഉണ്ടായിട്ടും ഗ്രൗണ്ടിൽ അത് പ്രതിഫലിപ്പിക്കാൻ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് കഴിഞ്ഞില്ല. കളിക്കാരെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ടീം വിടാൻ തീരുമാനിച്ചത്? NDTV റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഹാർദിക്കും ടീം മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. തോൽവികളുടെ ഉത്തരവാദിത്തം മുഴുവനായും മാനേജ്മെന്റ് തന്റെ മേൽ കെട്ടിവെക്കുന്നു എന്നൊരു തോന്നൽ ഹാർദിക്കിനുണ്ട്. കൂടാതെ ടീമിലെ സീനിയർ താരങ്ങളായ ബൂമ്ര, സൂര്യകുമാർ യാദവ് എന്നിവരുമായി മികച്ചൊരു ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഡ്രസ്സിംഗ് റൂമിൽ പൂർണ്ണ പിന്തുണ ലഭിക്കാത്ത ഒരിടത്ത് ഇനിയും തുടരുന്നത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ഹാർദിക് കരുതുന്നു. മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോണിനെ പോലുള്ള പ്രമുഖർ നൽകുന്ന ഉപദേശവും മുംബൈ വിടുക എന്നത് തന്നെയാണ്. ഹാർദിക്കിന് പുതിയൊരു തുടക്കം ആവശ്യമാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോലുള്ള ഒരു ടീമിൽ ക്യാപ്റ്റനായി പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് എന്നാണ് വോൺ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ വലിയൊരു മെഗാ ട്രേഡിലൂടെ ഹാർദിക് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് ചേക്കേറുന്നത് നമുക്ക് ഉടൻ തന്നെ കാണാൻ കഴിഞ്ഞേക്കാം. മുംബൈയിലെ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്ന ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. ഇനി നമ്മൾ ഈ റിപ്പോർട്ടിലെ ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് വരികയാണ്. രോഹിത് ശർമ്മയുടെ റോൾ. മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത ക്യാപ്റ്റൻ ആരാകണം എന്ന് തീരുമാനിക്കുന്നതിൽ രോഹിത് ശർമ്മയുടെ അനുഗ്രഹം നിർണായകമാകും എന്നാണ് NDTV സോഴ്സുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ടീമിൽ രോഹിത് ശർമ്മയുടെ ശക്തിയും സ്വാധീനവും മാനേജ്മെന്റ് വീണ്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരാധകരുടെ വികാരത്തെ മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർ പഠിച്ചു കഴിഞ്ഞു. ഇനി ആരാകും ആ പുതിയ ക്യാപ്റ്റൻ? രോഹിത് ശർമ്മ വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. പകരം ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനോ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറയ്ക്കോ നറുക്കുവീഴാനാണ് കൂടുതൽ സാധ്യത. രോഹിത് ശർമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്നത് മുംബൈ ക്യാമ്പിലെ ഭിന്നതകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കും. പഴയ മുംബൈ ഇന്ത്യൻസിനെ ആ വിജയങ്ങളുടെ ഒത്തൊരുമയെ തിരികെ കൊണ്ടുവരാൻ രോഹിത്തിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. IPL 2027 സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് ഒരു വലിയ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ്. ഭാവി മുന്നിൽ കണ്ട് ഹാർദിക്കിനെ കൊണ്ടുവന്ന മാനേജ്മെന്റിന്റെ പദ്ധതികൾ എല്ലാം അമ്പേ പാളിപ്പോയി. ഹാർദിക് പാണ്ഡ്യ എന്ന ലോകോത്തര ഓൾറൗണ്ടറിന്റെ കരിയറിലെ ഒരു വലിയ പാഠം കൂടിയാണിത്. ഗുജറാത്ത് ടൈറ്റൻസിൽ ഒരു രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന അദ്ദേഹം അവിടെ നിന്ന് മുംബൈയിലേക്ക് വന്നത് ഒരുപക്ഷെ അദ്ദേഹം എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരിക്കാം. എങ്കിലും മറ്റൊരു ടീമിൽ ശക്തമായി തിരിച്ചുവരാൻ അദ്ദേഹത്തിന് കഴിയും.